ഹായ് ഫ്രണ്ട്സ്, തൊലഹത്താണ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വണ്ടി ഡയഗ്നോസ് ചെയ്യുന്നതാണ്. BS6 വണ്ടി ഡയഗ്നോസ് ചെയ്യുന്നതാണ്. അത് BS6 വണ്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞ UC സെക്ഷനിൽ വരുന്ന വണ്ടിക്ക് കമ്പനി വരുന്ന സ്കാൻ ടൂൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്ത സ്കാൻ ടൂൾ ഉണ്ട്. ആ ഒരു സ്കാൻ ടൂൾ വർക്ക് ചെയ്യില്ല. സാധാരണ UC വണ്ടികൾ J സീരീസ് മാത്രമേ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള സാഹചര്യം സാധാരണ വർക്ക്ഷോപ്പുകാർ ചെയ്യുന്ന EOBD സ്കാനർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് കോമൺ ആയിട്ട് ജനറൽ കോഡ് റീഡ് ചെയ്യാൻ പറ്റിയ കോഡ് റീഡർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ചെയ്യുന്ന പരിപാടി. പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് സോഫ്റ്റ്വെയർ തന്നെ പർച്ചേസ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ്. അതായത് അത് ലോഞ്ചിൻ്റെ X431 എന്ന ആ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള എല്ലാ സ്കാനറിലും ഈ സോഫ്റ്റ്വെയർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ആ സോഫ്റ്റ്വെയർ വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു പെർ മന്ത് 5,000 ആയിട്ടും ചിലവ് വരുന്നുണ്ട് നമുക്ക് കേട്ടോ. 5,000 അടുത്ത് ചിലവ് വരുന്നു സോഫ്റ്റ്വെയറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൻ വരുമ്പോൾ പൈസ കറക്റ്റായിട്ട് വാങ്ങിക്കേണ്ടി വരുന്നാൽ നമുക്ക് മുതലാവുള്ളൂ. അപ്പോൾ എന്തായാലും പെർ മന്തിനാണ് പറഞ്ഞത് 5,000 വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ അറിവ് വെച്ച് ആരെങ്കിലും അതിന് കറക്ഷൻ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ അറിവ് വെച്ച് ഞാൻ വാങ്ങിയ സോഫ്റ്റ്വെയറിന് എത്രയാണ് വരുന്നത്. അപ്പം ഈ ഒരു സംഗതി ഇതിന് വന്നേക്കുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഓൺ ആണ്. അതായത് ഇന്റർമീഡിയറ്റ് ലൈറ്റ് വണ്ടിക്ക് മിസ്സിങ് വരുന്നുള്ളത്. ആക്റ്റീവ് സെൻസർ ആണോ പാസീവ് സെൻസർ ആണോ ഇതിൽ കംപ്ലൈൻറ്റ് എന്നുള്ളത് നോക്കുകയാണ്. കാരണം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഓണാക്കി വണ്ടി ഓടിക്കഴിഞ്ഞാൽ ചില സമയത്ത് മിസ്സിങ് ഒന്നും കാണിക്കില്ല. ചിലപ്പം പാസീവ് സെൻസർ ആയിരിക്കും കംപ്ലൈൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സിങ് കാണിക്കില്ല. മിസ്സിങ് കാണിക്കാത്ത വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സെൻസർ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതായത് വണ്ടിക്ക് റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പറായിട്ട് റണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും കത്താനുള്ളത് ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മേജർ കംപ്ലൈൻറ്റ് വരുമ്പോൾ കത്താനുള്ള ഒറ്റ ലൈറ്റ് ആയതുകൊണ്ട് നമ്മളിത് അവഗണിച്ച് സാധാരണ ഓക്സിജൻ സെൻസറിൻ്റെ റീഡിങ്ങിൻ്റെ കൊണ്ട് അതുപോലെ വോൾട്ടേജ് ലോ കൊണ്ട് ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ പിന്നെ ഈ ഒരു വണ്ടിക്ക് തെളിയാറുണ്ട്. അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇത് സ്കാൻ ചെയ്യാതെ ഇതിങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ വേറെ വിഷയം, ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് വേറെ വിഷയം വന്നു കഴിഞ്ഞാൽ ഇതന്നെ കത്താനുള്ളൂ, വണ്ടി നിൽക്കുള്ളൂ, വേറെ കംപ്ലൈൻറ്റ് നമുക്ക് ഇൻഫർമേഷൻ തരൂല. കാരണം ഈ ഒരു സംഗതി പറഞ്ഞ ഡ്രൈവർ ഇൻഫർമേഷൻ ആണ്. വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വണ്ടിക്ക് വരാൻ പോകുന്നുണ്ട് അല്ല വന്നിട്ടുണ്ട് തരുന്ന ഇൻഫർമേഷൻ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ OBD സ്കാനർ ഉപയോഗിച്ച് നമ്മൾ സ്കാനർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഡയഗ്നോസ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വലിയ സ്കാനറുകൾ ഉപയോഗിക്കുന്ന വളരെ കാര്യം കറക്റ്റായിട്ട് ഇതിൻ്റെ ഡാറ്റ എടുക്കാനും അനലൈസ് ചെയ്യാനും വളരെയധികം ഈസി ആയിട്ടുള്ളൊരു സംഗതി. ഇത് കുറച്ച് എക്സ്പെൻസീവ് ടൂളുകളാണ്, വാങ്ങിക്കാൻ എല്ലാവരും കഴിഞ്ഞോളെന്ന് ഞാൻ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കറക്റ്റായി ഡാറ്റ എടുക്കാൻ അനലൈസ് ചെയ്യാനും കംപ്ലൈൻറ്റ് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാനും പറ്റുള്ളതാണ് വലിയ ടൂളുകളുടെ പ്രത്യേകത കേട്ടോ. ഓക്കെ, സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് വരുന്ന ഇതായത് കൊണ്ട് തന്നെ ആ ഒരു ചെയ്യുന്ന കോഡുകൾ പ്രോപ്പറായിട്ട് നമുക്ക് അതായത് പ്രോപ്പർ ആയിരിക്കും എന്നുള്ളതാണ്. ഫോൾട്ട് കോഡുകൾ കാണിക്കില്ല. അതായത് ചില സ്കാനറുകൾ കോഡുകൾ കാണിക്കുന്നത് കറക്റ്റ് ആയിരിക്കില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്ത് തന്നെ ട്രേസ് ഔട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടാറാണ് കൂടുതലും പതിവ്. അതുകൊണ്ട് കഴിയുന്നതും ബ്രാൻഡഡ് സ്കാനർ ടൂളുകൾ മാത്രം ഉപയോഗിക്കുക. ലോക്കലായിട്ടുള്ള EOBD സ്കാനർ ഉപയോഗിച്ച് കാണുന്ന പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന EOBD സ്കാനർ ഉണ്ട്, ചെറിയ ചീപ്പ് റേറ്റിന് വന്നാൽ അതൊന്നും വണ്ടിയിൽ ഉപയോഗിക്കരുത്. കാരണം സോഫ്റ്റ്വെയർ അങ്ങോട്ടും കൂടെ ഓരോ വണ്ടിയിൽ ഉപയോഗിക്കുന്നത് എറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് സോഫ്റ്റ്വെയർ ഉള്ള സ്കാൻ ടൂൾ കഴിയുന്ന ആളുകളും വാങ്ങിച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മളൊരു ഏതായാലും ഈ വർക്ക് എടുക്കുന്ന മേഖലയിൽ വർക്ക് എടുക്കുന്ന ആളുകളാണല്ലോ, ഇതുകൊണ്ട് അരി വാങ്ങുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. അപ്പം അത് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിനും പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഒറിജിനൽ സ്കാൻ ടൂൾ തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കുക. എന്നാൽ കസ്റ്റമറിനും പ്രോപ്പറായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ പ്രശ്നം സൊല്യൂഷൻ കണ്ടെത്താനും പറ്റും. മാത്രമല്ല സിമ്മിനും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ടുകൊടുക്കാനും പറ്റും. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ പറയാണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുണ്ട്. സ്കാനിങ്ങിൻ്റെ കുറിച്ചും അതിൻ്റെ നമ്മൾ ലോക്കൽ സ്കാൻ ടൂൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. ആദ്യം തന്നെ എൻജിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, എൻജിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇത് അയക്കാനോ ഇൻസേർട്ട് ചെയ്യാനോ അതേമാതിരി അയച്ചെടുക്കാനോ പാടില്ല എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, അറിയാത്തവർക്ക് മാത്രമാണ്. കുറച്ച് കാലം മുമ്പ് ഒരുപാട് 2019 കാര്യങ്ങൾ 18 പിന്നെ ഒരുപാട് ഇതിനെക്കുറിച്ച് സ്കാൻ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് സ്കാനിങ്ങിനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ സ്കാൻ ടൂളിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം. ഇത് കണക്റ്റ് ആവുകയാണ് നോക്കുക.
അതായത് വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ നോട്ട് അവൈലബിൾ എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഈ സ്കാൻ റൂൾ ഈ വണ്ടി കമ്പനി മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന സമയത്തുള്ള ആ ഒരു ECM അല്ല ഇപ്പൊ നിലവിൽ ഈ വണ്ടിയിലുള്ളതെന്നാണ്. അതാണെങ്കിൽ ഇവിടെ ആ ഒരു വണ്ടിയുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ കാണിക്കും. അത് കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ ECM ഒരിക്കൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ECM കംപ്ലൈന്റ് വരുന്ന ഒരു വണ്ടിയാണ് ഇതെന്നുള്ളത്, കംപ്ലൈന്റ് വന്നിട്ടുള്ള ഒരു വണ്ടിയാണെന്നുള്ളത്. ഓക്കെ, ഈ റീഡ് ഫോൾട്ട് കോഡാണ്. ഫ്യൂൽ പമ്പ് എ സർക്യൂട്ട് ഓപ്പൺ ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് ഓപ്ഷൻ സെൻസർ സർക്യൂട്ട്, ഐഡൽ കൺട്രോൾ സിസ്റ്റം കാണിക്കുന്നുണ്ട്. ഐഡൽ കൺട്രോൾ സിസ്റ്റം ആണ് കൂടുതലും കാണിക്കുന്നത്. പിന്നെ ഫ്യൂൽ പമ്പ് ഓപ്പൺ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. ഫ്യൂൽ പമ്പിന്റെ റിലേക്ക് ലൂസ് കോണ്ടാക്ട് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ബാക്കി ഐഡൽ കൺട്രോൾ സിസ്റ്റം ത്രോട്ടിൽ ബോഡിക്ക് വിഷയം കാണിക്കാം. നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കട്ടത്. ഇറ്റ് ഈസ് ആസ് ഫ്രം ക്ലിയർഡ്. യെസ്. പിന്നെ ഒന്നുകൂടെ നമുക്കൊന്ന് റീഡ് നോക്കാം. ഇപ്പൊ നോ ഫോൾട്ട് കോഡാണ്. അപ്പൊ ഇതിന്റെ ഇപ്പൊ നിലവിലുള്ള ഫോൾട്ട് കോഡ് പോയിട്ടുണ്ട്. ഇനി ഈ രണ്ടാമത് ഫോൾട്ട് കോഡ് വരില്ല എപ്പോഴാണെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടുന്ന സമയത്ത് ആ ഒരു കംപ്ലൈന്റ് തിരിച്ചു വരുന്ന അതേമാതിരി ML തെളിയുന്ന ആ ഒരു കംപ്ലൈന്റ് ഉണ്ട് വണ്ടിക്ക്. ആ കംപ്ലൈന്റ് തീർത്താലേ പിന്നെ പോവുള്ളൂ. ഇപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഈ കോഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോവും. ഇത് നോക്കാം. ML ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം തിരിച്ചു വന്നു, ആ ലൈറ്റ് തിരിച്ചു വന്നു. ഓക്കെ, അപ്പൊ ഇനി എന്താണ് അതിന്റെ ആക്ച്വൽ പ്രശ്നം എന്നുള്ളതാണ് ഇനിയാണ് നോക്കുന്നത്. കാരണം ഒരുപാട് കോഡുകൾ ഒരു സമയത്ത് വോൾട്ടേജ് ലോണിന്റെ സമയത്തൊക്കെ വരാറുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കുകയാണ്. ഐഡൽ കൺട്രോൾ സിസ്റ്റം. ഈ ഐഡൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഐഡൽ കൺട്രോൾ സിസ്റ്റത്തിനല്ല, ഇത് ECM ആണ് കൂടുതൽ സമയത്ത് ഇത് കംപ്ലൈന്റ് കാണിക്കുന്നത്. ഈ ഒരു കോഡ് വന്നാൽ P0505 എന്ന് പറഞ്ഞ കോഡ് വന്നു കഴിഞ്ഞാൽ 2 കോഡ് വരും, പെൻഡിങ്ങും കറണ്ടും വരും. ഈ ഒരു കോഡ് വന്നു കഴിഞ്ഞാൽ ECM കംപ്ലൈന്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു ഇതായി. ഐഡൽ കൺട്രോൾ സിസ്റ്റം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മാനുവലായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിന്റെ ഐഡൽ കൺട്രോൾ സിസ്റ്റം? നമുക്ക് ഈ സംഗതി ECM മാറാതെ വണ്ടി ഓടുന്ന കുഴപ്പമില്ല. പിന്നെ വേറെ ഇപ്പൊ ഇതിൽ ഒരുപാട് കംപ്ലൈൻസ് വന്നില്ല. ആ ഒരു കംപ്ലൈൻസ് വന്നിട്ട് കത്താളൊന്നുമില്ലായിരുന്നു. ഇതൊരു മിസ്സിങ് വന്നിരിക്കുന്ന വണ്ടി ആ ഒരു ത്രോട്ടിൽ ഫ്യൂൽ പമ്പിന്റെ റിലേന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് ഈ മിസ്സിങ് വന്നിരുന്നത്. ആ റിലേ ശരിക്കും ഒന്ന് ഫിക്സ് ആക്കി ലൂസ് കോണ്ടാക്റ്റിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ആവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇങ്ങനെ ഈ ഒരു സംഗതി കൊണ്ട് ഓടുന്ന വണ്ടികൾ ലോങ് ഓടുന്ന വണ്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ വിഷയം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. മറ്റേ ഓക്സിജൻ സെൻസറിനൊക്കെ റീഡിംഗ് ഒക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൈലേജിനെ ബാധിക്കും കേട്ടോ. കാരണം ഓക്സിജൻസിന്റെ ആ ഒരു റീഡിങ് കറക്റ്റായിട്ട് ECM കൊടുത്തിട്ടാണ് അത് എയർ ഫ്യൂൽ റേഷ്യോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതെന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ പെട്രോൾ അടിച്ചാൽ മതിയാവില്ല. അതുകൊണ്ട് ആ ഒരു കാര്യമല്ല ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനത്തെ കംപ്ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഐഡൽ കൺട്രോൾ സിസ്റ്റത്തിന് നമുക്ക് തൽക്കാലം ഓടുന്നതിന് അഡ്ജസ്റ്റ് ചെയ്ത് ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു ECM മാറ്റി വെച്ച് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഒരു 4500 രൂപയായിരിക്കും ECM വില വരുന്നത്. അവർ മാറ്റി വെച്ച് തന്നെ കുറച്ചധികം പെട്രോൾ അടിച്ച് ഓടുന്നതിന് നല്ല രീതിയിൽ പിന്നെ ആ ഒരു പൈസ ലാഭം ഉണ്ടാവും വരെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം ECM പോകാനുള്ള മെയിൻ കാരണം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ബാറ്ററി ലോയിൽ ഓടുന്നതാണ്. വീക്കായിട്ടുള്ള ബാറ്ററി 2 വർഷം 3 വർഷം കഴിഞ്ഞ ബാറ്ററികൾ നിങ്ങൾ അത് വെച്ച് ഓടാതിരിക്കുക. മാക്സിമം തള്ളി സ്റ്റാർട്ടാക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ECM പെട്ടെന്ന് ആ ഒരു കറണ്ടിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, വോൾട്ടേജിന്റെ വ്യത്യാസം കൊണ്ട് ECM വളരെ വീക്ക് ആവാറുണ്ട്. അതുകൊണ്ട് ലോ വോൾട്ടേജിൽ ലോ കറണ്ട് പിന്നെ ബാറ്ററിയിൽ വണ്ടി ഓടുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുക. എപ്പോഴും വണ്ടിയുടെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യണം ECM വണ്ടികൾ. അല്ലാതെ നമുക്ക് വല്ല ഈ ഭാര്യശാലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതെല്ലാവർക്കും ECM ബന്ധപ്പെട്ടുള്ള വർക്ക് എടുക്കുന്ന ആളുകൾ, വർക്ക് എടുക്കുന്ന ആൾ, കൊണ്ടെടുക്കുന്ന ആൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ തന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.